ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലവ്ലി റണ്ണറിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ പാർട്ട് 2 ആണ് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഹീറോയിൻ ക്ലാസ്സിലേക്ക് നടന്നു വരും വഴി അവിടത്തെ നോട്ടീസ് ബോർഡിൽ 27ാമത്തെ പ്രസിഡൻഷ്യൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷന്റെ പോസ്റ്റർ കാണുന്നതും സഞ്ജയ് ഒരിക്കൽ അവന് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തപ്പോഴാണ് കൈക്ക് പരിക്ക് പറ്റി സർജറി ചെയ്യേണ്ടി വന്നത്. എന്റെ ആദ്യത്തെയും അവസാനത്തെയും ടൂർണമെന്റ് ആയിരുന്നു അത്. അതോടെ ഞാൻ സ്വിമ്മിംഗ് ഒക്കെ വിട്ട് K-പോപ്പിന്റെ ലോകത്തേക്കെത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂ കൊടുത്ത കാര്യം അവൾ ഓർക്കുന്നത്. അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കൈക്ക് പ്രശ്നമുണ്ടാകും എന്നത് ഹീറോയിന് ഉറപ്പാണ്. അവനോട് ചെന്ന് കണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഇപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നതും അതിൽ മത്സരിച്ചാൽ നിന്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റും, പിന്നീട് ഒരിക്കലും നിനക്ക് നീന്താൻ പറ്റില്ല എന്ന് പറയുന്ന ടൈം അവനും ചുറ്റുമുള്ളതുമെല്ലാം സ്റ്റോപ്പാകും. ഇതെന്ത് സൂപ്പർ പവർ ആണെന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. അവൾ പറഞ്ഞു തീരുമ്പോഴാണ് എല്ലാം മൂവ് ആകുന്നത്. നിനക്കെന്തേ മറുപടി ഒന്നും പറയാനില്ലേ എന്ന് അവൻ ചോദിക്കുന്നത് കേട്ട് അപ്പോ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ, അവൾ അത് പിന്നെയും ഒന്നേനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴും നേരത്തെ പോലെ തന്നെ എല്ലാം സ്റ്റോപ്പാകും. അപ്പോഴാണ് ഫ്യൂച്ചറിലെ കാര്യം ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതെല്ലാം സ്റ്റോപ്പ് ആകുമെന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവൾ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് അതവനെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിലേക്ക് നോക്കുമ്പോഴേക്കും അതെല്ലാം മാഞ്ഞു പോയി വെറും ബ്ലാങ്ക് മെസ്സേജായാണ് കാണുന്നത്. നീ എന്റെ സമയം വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകും. ഹീറോയിൻ ക്ലാസ്സിലിരിക്കുന്ന നേരത്തും മുന്നേ നടന്നത് തന്നെ ആലോചിച്ച് തല പുകയ്ക്കുകയാണ്. എനിക്ക് ടൈം സ്റ്റോപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടോ? അതൊന്ന് പരീക്ഷിച്ചു നോക്കാനായി ഒബാമ USA പ്രസിഡന്റ് ആകും എന്ന് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യം ക്ലാസ്സിലിരുന്ന് വിളിച്ചു കൂവുന്നുണ്ട്. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചുറ്റുമുള്ളതെല്ലാം സ്റ്റോപ്പാകും. പ്രാക്ടീസിനിടയിൽ അവൻ നന്നായി ചെയ്യുന്നത് കണ്ട് കോച്ച് അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹാൻജുവിന് ഇത് തീരെ ഇഷ്ടപ്പെടില്ല. നിന്റെ കൈ വയ്യാത്തതല്ലേ, ഇങ്ങനെ കഠിനമായി പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ അവസാനം ഈ കൈ കൊണ്ട് ഒരു സ്പൂൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. എന്തേ, ഞാൻ നിന്നോടൊപ്പം മത്സരിച്ചാൽ നീ തോറ്റുപോകും എന്ന് പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് സഞ്ജയ് അവിടെ നിന്ന് പോകും. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോയിന്റെ അമ്മയുമായി ഇന്നലെ വീഡിയോ ടേപ്പ് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയ ഇയാളാണ് സഞ്ജയുടെ അച്ഛൻ. നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, അല്ലാതെ വീഡിയോ ടേപ്പ് എടുത്തില്ലെന്ന് എന്തിനാ കള്ളം പറയുന്നത് എന്ന് അവളുടെ അമ്മ ചോദിക്കുന്നതും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ടേപ്പ് എടുത്തിട്ടില്ല, പിന്നെങ്ങനെ ഞാനത് തിരിച്ചു തരും? ആ ഫിലിമൊക്കെ ഞാൻ എൻ്റെ വൈഫിനോടൊപ്പം പണ്ടേ കണ്ടതാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനതെടുക്കണം എന്നൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളാണ് ഇവിടുന്ന് കൊണ്ടുപോയതെന്നതിന് തെളിവുണ്ട്. ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഉണ്ട്. അതുകൊണ്ട് വിളച്ചിലെടുക്കാതെ അതിൻ്റെ കാശും ഒരാഴ്ച ലേറ്റായതിനുള്ള ഫൈനും ഉൾപ്പെടെ നാളെ തന്നെ കൊണ്ടുതരണം എന്ന് പേടിപ്പിക്കും. അന്ന് വീട്ടിൽ വന്നിരിക്കുമ്പോഴും ഹീറോയിന് ഒരു മനസ്സമാധാനവുമില്ല. അന്ന് കൈക്ക് ഇഞ്ചുറി പറ്റാതിരുന്നെങ്കിൽ സഞ്ജയ് ഒരിക്കലും K-പോപ്പ് ലോകത്തേക്ക് എത്തിപ്പെടില്ലായിരുന്നു. അവൻ അങ്ങനെ K-പോപ്പിലേക്ക് വന്നതുകൊണ്ടാണല്ലോ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് എങ്ങനെയും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കോമ്പറ്റീഷനിൽ മത്സരിക്കാതെ തടയണം എന്ന് മനസ്സിലുറപ്പിക്കും. അങ്ങനെ അടുത്ത ദിവസം സ്വിമ്മിംഗ് പ്രാക്ടീസ് കഴിഞ്ഞു വരുന്ന സഞ്ജയെയും വെയിറ്റ് ചെയ്ത് ഹീറോയിൻ പുറത്തു നിൽപ്പുണ്ടാകും. അവൻ മൈൻഡ് ചെയ്യാതെ പോകുന്നതും അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. എനിക്കറിയാം ഞാനൊരു ശല്യമാണെന്ന്, പക്ഷെ ഞാൻ പറയുന്നതൊന്ന് ആദ്യം കേൾക്ക്. നീ ഇങ്ങനെ എടുത്തു ചാടാതെ ആദ്യം നിന്റെ ആരോഗ്യം നോക്ക്. ഇപ്പോ നീ ചെയ്തു കൂട്ടുന്നതെല്ലാം നിന്റെ ഹെൽത്തിനെ നെഗറ്റീവായി ബാധിക്കും എന്നൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സഞ്ജയ് അതൊന്നും മൈൻഡാക്കാതെ പോകും. അവിടെ നിന്ന് കട്ട് ചെയ്ത് തായ്സങ് തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികളുമായി അടിയുണ്ടാക്കിയതിന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. കൂട്ടത്തിലൊരുത്തൻ തുപ്പി എന്നതിനാണ് അവരെ അടിച്ച് ഇഞ്ചപരുവമാക്കിയത്. തായ്സങ്ങിന്റെ അച്ഛൻ ലെഫ്റ്റനന്റ് ആയതുകൊണ്ട് അവന്റെ അച്ഛന്റെ കെയർ ഓഫിൽ കേസൊന്നും എടുക്കാതെ അവനെ പറഞ്ഞു വിടും. അവനും അച്ഛനും തമ്മിൽ അത്ര സ്നേഹത്തിലൊന്നുമല്ല. അച്ഛനോട് ശരിക്കും ഒന്നും മിണ്ടാറ് പോലുമില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു സന്യാസി അമ്മുമ്മയുടെ രൂപത്തിൽ ഹീറോയിൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അമ്മുമ്മയ്ക്ക് എന്തെങ്കിലും താമോനെ എന്ന് ചോദിക്കുന്നതും പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുക്കുന്നുണ്ട്. നിന്റെ ഷോൾഡറിന് നല്ല പെയിൻ തോന്നുന്നുണ്ടല്ലേ മോനെ? സാരമില്ല, അതെല്ലാം നമുക്ക് ശരിയാക്കാം
നിന്റെ പുറകെ ഒരു ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. അതിന്റെ ആഗ്രഹം പൂർത്തിയാക്കാനായി ഒരു കല്യാണം കഴിക്കാത്ത പയ്യന്റെ ശരീരമാണ് വേണ്ടത്. വെള്ളത്തിൽ ജീവിക്കുന്ന ഗോസ്റ്റാണ്. അതുകൊണ്ട് 3 ദിവസത്തേക്ക് നീ വെള്ളത്തിൽ കാലുപോലും തൊടരുതെന്ന് പറയുന്നത് കേട്ട് അപ്പൊ പിന്നെ എനിക്ക് കുളിക്കണ്ടേ? നാളെ എനിക്കൊരു ടൂർണമെന്റുമുണ്ട്. അതിൽ ഞാൻ എങ്ങനെ പങ്കെടുക്കും? നിനക്ക് നിന്റെ ജീവനേക്കാൾ വലുതാണോ ടൂർണമെന്റ്? ടൂർണമെന്റിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. ഇപ്പോ നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതുകൊണ്ട് കാല് പോലും വെള്ളത്തിൽ കുത്തരുത് കേട്ടോ. ഓക്കെ, ഞാൻ നോക്കാമെന്നൊരു സാമെട്ടിൽ പറഞ്ഞു പോകുന്നത് കേട്ട് അവനെ എങ്ങനെയും പറഞ്ഞു വിശ്വസിപ്പിക്കണം എന്ന് ചിന്തിച്ച് ഒരു മറുകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ഷോൾഡറിന് താഴെ ചെറിയ ഒരു മുറിവുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതും സംഭവം സത്യമായതുകൊണ്ട് അവനൊന്ന് പരിങ്ങും. നിന്റെ പുറകിലുള്ള ആ ആത്മാവാണ് എന്നോട് പറഞ്ഞതെന്ന് കഥ ഇറക്കുന്നുണ്ട് ഹീറോയിൻ. അവിടുന്ന് കട്ട് ചെയ്ത് അവൻ കൊടുത്ത കാശുമായി വരും വഴി അവളുടെ കയ്യിൽ നിന്നും അത് താഴേക്ക് വീഴും. നേരെ അത് ചെന്ന് വീഴുന്നത് തായ്സങ്ങിന്റെ ഫ്രണ്ടിലാണ്. അവളുടെ രൂപം കണ്ട് നീ എന്റെ ആത്മീയതയിലേക്ക് കടന്നു എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട്. തൽക്കാലം എന്റെ ഭാവി നോക്കി പറഞ്ഞതാ എന്നവൻ പറയുന്നതും അത് ഞാൻ നോക്കാതെ തന്നെ പറയാം, നീ ഉറപ്പായിട്ടും അടി മേടിച്ചു കൂട്ടും. അപ്പോ നിനക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ എന്നവൻ ചോദിക്കുന്നതും തലേന്ന് കൊടുത്ത ലെറ്റർ അവൻ വായിച്ചെന്ന കാര്യം അവൾക്ക് മനസ്സിലാകും. ആ ലെറ്ററിൽ അവൾ എഴുതിയിരുന്ന കവിത അതുപോലെ പാടി കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആകെപ്പാടെ ചമ്മിയാണ് അവന്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഫ്യൂച്ചറിൽ അവനിങ്ങനെ ഒരു ഗ്യാങ്ങുമായുള്ള അടിപിടിയിൽ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തെന്ന കാര്യം അവൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ച് കൈ വേദനിക്കുന്നത് കണ്ട് പാവം തോന്നി അവൾ ഓടിച്ചെന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടുവരും. ശേഷം മരുന്ന് വെച്ചു കൊടുക്കുന്നതും എനിക്ക് വേദനിക്കും, പതുക്കെ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നതും ഹീറോയിന് ചിരി വരുന്നുണ്ട്. ഇവന്റെ ക്യൂട്ട്നെസ്സിൽ ഏത് പെണ്ണാ വീണു പോകാത്തത് എന്ന് ചിന്തിച്ച് ഹീറോയിൻ ചിരിക്കുന്നുണ്ട്. നീ ഇങ്ങനെ അടിയുണ്ടാക്കരുതെന്ന് ഉപദേശിക്കും. നീ എന്റെ അമ്മയൊന്നുമല്ലല്ലോ ഇങ്ങനെ ഉപദേശിക്കാൻ, അവർക്ക് പോലും എന്നെ വേണ്ട എന്ന് പറയുന്നതും അങ്ങനെയൊന്നുമല്ല. എല്ലാ പാരന്റ്സിനും അവരുടെ മക്കൾ എന്നാൽ ജീവനാണ്. അവരുടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും അവരെ കൊണ്ട് സഹിക്കാനാകില്ല. അപ്പൊ പിന്നെ ഈ ദേഹമൊക്കെ മുറിഞ്ഞിരിക്കുന്നത് കണ്ടാൽ അവരെ കൊണ്ട് സഹിക്കാൻ പറ്റൂ? നീ കരുതുന്നത് പോലെ എല്ലാ പാരന്റ്സും അങ്ങനെയല്ല എന്ന് തായ്സങ് അവളോട് പറയുന്നുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കാനായി ബഹളം വെക്കുന്നതും അവരുടെ പിടിവലിക്കിടെ അത് താഴെ ചെളിവെള്ളത്തിൽ വീഴുന്നുണ്ട്. എന്റെ ഫാൻ തൊട്ടതാണിത്, അത് നീ നശിപ്പിച്ചില്ലേ എന്ന് തായ്സങ്ങിനെ കുറെ വഴക്ക് പറയും. അത് മാറ്റി ഞാൻ $5 ആക്കി തരാം എന്ന് പറഞ്ഞ് അവളുടെ പിണക്കം മാറ്റാനായി പുറകെ ചെല്ലുന്നുണ്ട്. എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട, നീ വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് തിരിയുന്നതും തൊട്ടു മുൻപിൽ ഇതാ നിൽക്കുന്നു സഞ്ജയ്. അവൻ കാണാതിരിക്കാനായി തായ്സങ്ങിന്റെ പുറകിൽ ഒളിക്കും. തന്നെ അവൻ കണ്ടെന്ന് മനസ്സിലായിട്ടും ഹീറോയിൻ അവന്റെ മുന്നിൽ തകർത്തഭിനയിക്കും. തലയിലാ തൊപ്പിയും വെച്ച് മോനെ നീയോ, നമ്മൾ തമ്മിൽ പിന്നെയും കണ്ടല്ലോ മോനെ, നേരത്തെ പറഞ്ഞതൊക്കെ മോൻ ഓർമ്മയുണ്ടല്ലോ, എന്നാ അമ്മുമ്മ പോട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു ഇവളുടെ ഈ കോപ്രായം കണ്ട് തായ്സങ്ങിന് ചിരി അടക്കാൻ വയ്യ. തന്റെ പേര് തായ്സങ് ആണെന്ന് പറഞ്ഞ് സഞ്ജയെ പരിചയപ്പെടുന്നുണ്ട്. രാവിലെ ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ് അവൻ ഓർമ്മ വരുന്നത്. നീ എന്താ ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ച് സഞ്ജയ് ദേഷ്യപ്പെടുന്നതും ഗ്രാനി നിന്റെ അഭിനയം നിർത്തിക്കോ, അവനെല്ലാം കണ്ടുപിടിച്ചു എന്ന് തായ്സങ് ചെവിയിൽ പറയുന്നുണ്ട്. അവളിങ്ങനെ വേഷം മാറി പറ്റിച്ചത് ഓർക്കുമ്പോൾ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറിപ്പോകും. ഞാൻ പറ്റിച്ചതല്ല, ശരിക്കും എനിക്ക് ആത്മാക്കളെ കാണാനുള്ള കഴിവുണ്ടെന്ന് വിളിച്ചു കൂവും. ഗ്രാനി, ശരിക്കും നിങ്ങൾക്ക് ആത്മാവിനെ കാണാനുള്ള കഴിവുണ്ടോ എന്ന് തായ്സങ് കളിയാക്കുന്നുണ്ട്. അന്നേരമാണ് ഇത് തന്റെ വീടിന്റെ തൊട്ടു മുന്നിലുള്ള വീടാണല്ലോ എന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അമ്മേ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് അമ്മയോട് ഇപ്പോ അപ്പുറത്തെ വീട്ടിൽ ആരാണ് താമസം എന്ന് തിരക്കുന്നുണ്ട്. 1 മാസത്തോളമായി പുതിയ വാടകക്കാര് വന്നിട്ട്, അതായത് പാസ്റ്റിലും ഹീറോയിന്റെ തൊട്ടടുത്ത വീട്ടിലാണ് സഞ്ജയ് താമസിച്ചിരുന്നത്. പക്ഷെ ആ കാര്യം അവളിപ്പോ ടൈം ട്രാവൽ ചെയ്ത് പോയപ്പോഴാണ് അറിയുന്നത്. അന്ന് വീട്ടിലെത്തി കിടന്നിട്ട് സമാധാനമില്ലാതെ സഞ്ജയ് ജിമ്മിലേക്ക് പ്രാക്ടീസിന് പോകും. അവൻ പുറത്തേക്ക് പോകുന്നത് ഹീറോയിൻ കാണുന്നുണ്ട്. അവിടെ എത്തി പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് കുളിച്ചു കയറുന്ന ടൈമാണ് അവന്റെ ശത്രുവായ സഞ്ജയുടെ സ്വിം പാന്റ് അടിച്ചു മാറ്റാനായി ഹങ്ജു അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വിജയിച്ച എല്ലാ മത്സരങ്ങൾക്കും ഇതാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഈ പാന്റ് ലക്കിയാണ്. പക്ഷേ അതെടുക്കുന്ന ടൈം വിട്ടുകൊടുക്കാതെ ആ പാന്റിലേക്ക് ഹീറോയിൻ കയറി പിടിക്കും. അങ്ങനെ ആ പാന്റിന് വേണ്ടി 2 പേരും അടിപിടി കൂടുന്നുണ്ട്. ഈ പിടിവലിയുടെ ബഹളം കേട്ട് ആരാണെന്ന് ചോദിച്ച് സഞ്ജയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് ഹങ്ജു ആ പാന്റും അവിടെ ഇട്ട് ഓടിപ്പോകും.
അവൻ കാണാതിരിക്കാനായി ഹീറോയിൻ അവിടെ കയറി ഒളിച്ചിരിപ്പുണ്ട്. അവിടെ നോക്കിയിട്ട് ആരെയും കാണാത്തത് കൊണ്ട് സഞ്ജയ് വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ടവൽ ഇടുന്നതും അവൾ ഒളിച്ചിരിക്കുന്നതിന് മുകളിലേക്കാണ്. കുറച്ചു നേരം കൊണ്ട് തന്നെ കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് കാല് നന്നായി വേദനിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് അനങ്ങുന്നത് കണ്ട് അവൻ ആ ടവല് പോയി എടുക്കുന്നതും ഹീറോയിൻ അതെല്ലാം തട്ടിമറിച്ചിട്ട് ഓടും. ഹീറോയിന്റെ മുഖത്ത് ടവല് കിടക്കുന്നത് കൊണ്ട് ഈ ഓടുന്നത് ആരാണെന്ന കാര്യം അവൻ അറിയില്ല. അങ്ങനെ ഓടി രണ്ടുപേരും കൂടെ പൂളിലേക്കാണ് ചെന്ന് വീഴുന്നത്. അവളുടെ കയ്യിലെ പാന്റ് കാണുന്നതും അവൾ അവന്റെ മത്സരം കുളമാക്കാൻ വേണ്ടി മനഃപൂർവ്വം അടിച്ചു മാറ്റാൻ വന്നതെന്നാണ് അവൻ കരുതുന്നത്. ദയവ് ചെയ്ത് ഈ പാന്റും ഗോസ്റ്റാണ് അടിച്ചു മാറ്റിയതെന്ന് കള്ളം മാത്രം എന്നോട് പറയരുത്. ഞാൻ മത്സരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് പ്രശ്നമാ ഉണ്ടാവുന്നത്? എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ എന്ന് കരുതി ഹീറോയിനും അത് ഞാനൊരു സ്വപ്നം കണ്ടു. നാളത്തെ മത്സരത്തിൽ പങ്കെടുത്താൽ നിനക്ക് ഇഞ്ചുറി പറ്റുമെന്ന്. പിന്നെ നിനക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ നീ കണ്ട സ്വപ്നത്തിന്റെ പേരിൽ വേണോ ഞാൻ മത്സരിക്കാതിരിക്കാൻ എന്ന് ദേഷ്യപ്പെടുന്നതും ഞാൻ നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. നീ നാളത്തെ മത്സരത്തിൽ പങ്കെടുത്താൽ നിന്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റും. പിന്നെ നിനക്ക് ജീവിതത്തിൽ സ്വിമ്മിങ് ചെയ്യാൻ പറ്റില്ല. ഡിപ്രഷൻ കാരണം നീ സൂയിസൈഡ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ കരയുന്നതും ആ ടൈമെല്ലാം അവിടെ മുഴുവനും സ്റ്റോപ്പ് ആകും. അവൾ പറഞ്ഞു തീരുമ്പോഴാണ് എല്ലാം മൂവ് ചെയ്യുന്നത്. നിനക്കിപ്പോഴും ഒന്നും പറയാനില്ലേ? നീ വളരെ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്. ഒരു ദിവസം പെട്ടെന്ന് എന്റെ അടുത്ത് വന്ന് എന്റെ ഫാൻ ആണെന്ന് പറയുന്നു, എന്നിട്ട് ഞാൻ മത്സരിക്കേണ്ട എന്ന് പറയുന്നു, മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകും. ഹീറോയിന്റെ അച്ഛൻ അവന് വേണ്ടിയുള്ള ഫുഡ് റൂമിൽ വെക്കാൻ വരുന്ന ടൈം താഴെ കിടന്ന് 18+ ഒരു കാസറ്റ് കിട്ടും. ഹീറോയിന്റെ അമ്മ ചോദിക്കുന്നതും ഇതേ കാസറ്റിനെ പറ്റിയാണ്. തന്റെ മോനാണ് ഈ പണി ഒപ്പിച്ചു വെച്ചതെന്ന കാര്യം പാവം ഇപ്പോഴാണ് അറിയുന്നത്. അന്ന് വീട്ടിലെത്തുമ്പോഴാണ് അവന്റെ ഫ്രണ്ട് വിളിച്ച്, ഹങ്ജു നിന്റെ പാന്റ് മോഷ്ടിക്കാനുള്ള പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അവിടെ വെച്ച് കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് തിരക്കുമ്പോഴാണ് ഹീറോയിൻ ആ കാര്യത്തിൽ ഇന്നസെന്റ് ആണെന്ന കാര്യം മനസ്സിലാകുന്നത്. അന്നേരം മഴ പെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട് അവൻ കുടയുമെടുത്ത് അവളെ അന്വേഷിച്ചു ചെല്ലും. ഹീറോയിൻ ഇതെല്ലാം ഓർത്ത് സങ്കടത്തിൽ റോഡ് ക്രോസ് ചെയ്യാനായി വരുന്നതും പണ്ട് ആക്സിഡന്റ് പറ്റിയതോർത്ത് പേടിച്ച് ഹീറോയിൻ റോഡ് ക്രോസ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ പെട്ടെന്ന് വണ്ടികൾ സ്പീഡിൽ വരുന്നത് കണ്ട് പാനിക്കാകും. ഒരു കാറ് ഇടിക്കാനായി വരുന്നതും ആക്സിഡന്റ് നടന്നപ്പോഴുള്ള വിഷ്വൽസ് ഓർമ്മ വരും. അതോർത്ത് അവൾ അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കുന്നതും സഞ്ജയാണ് അങ്ങോട്ട് എന്തിനാണ് അവിടെ നിന്ന് അനങ്ങാതെ നിന്നതെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നതും അവൾ അവന്റെ ദേഹത്തേക്ക് കുഴഞ്ഞു വീഴും. അന്നേരമാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിൻ ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് വരുന്നതിന് കുറച്ചു മുൻപുള്ള ദിവസങ്ങൾ, അതായത് എക്സാക്റ്റായി പറഞ്ഞാൽ സഞ്ജയ് അവിടെ താമസത്തിനെത്തി കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം അഡ്രസ് മാറി ഹീറോയിന് വന്ന കൊറിയർ സഞ്ജയുടെ വീടിന് മുന്നിലാണ് ഡെലിവറി ചെയ്യുന്നത്. ഇത് കണ്ട് അത് തിരിച്ചേൽപ്പിക്കാനായി ചെല്ലുന്ന ടൈം അത് എന്റെ കൊറിയർ ആണെന്ന് പറഞ്ഞ് മഴയത്ത് കയ്യിൽ ഒരു കുടയും പിടിച്ച് ചിരിച്ചു വരുന്ന ഹീറോയിനെയാണ്. അന്നാണ് സഞ്ജയ് ഹീറോയിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. അന്നേ അവന് ഹീറോയിനോടൊരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നുന്നുണ്ട്. ഇത് കൊറിയർ ഡെലിവറി ചെയ്യാനായി വന്ന പയ്യനായിരിക്കുമെന്ന് കരുതി അവളും ഇത് എന്റെ പാഴ്സലാണ്, ഡെലിവറി ചെയ്തതിന് അവനോട് നന്ദിയും പറഞ്ഞ് ഇനിയും ഒരു പാഴ്സല് കൂടി വരാനുണ്ട്, ഇതാണ് എന്റെ അഡ്രസ്സ്, അടുത്തും ഇവിടെ തന്നെ ഡെലിവറി ചെയ്യണേ എന്ന് പറഞ്ഞ് അവന് നനയാതിരിക്കാനായി കയ്യിലിരുന്ന കുടയും കൊടുക്കുന്നുണ്ട്. അടുത്ത വട്ടം ഡെലിവറി ചെയ്യാനായി വരുമ്പോൾ ദാ അകത്ത് വച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ കുറച്ച് മിഠായും അവന് കൊടുക്കും. ഇതേ സെയിം മിഠായിയാണ് ഫ്യൂച്ചറിൽ ഹീറോയിൻ സഞ്ജയ്ക്ക് കൊടുക്കുന്നത്. അടുത്ത ദിവസം ആ കുട തിരിച്ചു വയ്ക്കാൻ വരുന്ന ടൈം അവൾ അവിടെ ഷോപ്പിലിരുന്ന് ഉറങ്ങുന്നത് കണ്ട് വിൻഡോയിലൂടെ അവനത് നോക്കി ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഉറങ്ങി താഴെ വീഴാതിരിക്കാനായി കൈ വച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കൈ വേദനിക്കുന്നുണ്ടെങ്കിലും കൈയെടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കും. ബഹളം കേട്ട് ഹീറോയിൻ എഴുന്നേൽക്കുന്നതും തൊട്ടു മുൻപിൽ സഞ്ജയെ കാണും. ഡൗട്ട് തോന്നാതിരിക്കാനായി കയ്യിൽ കിട്ടിയ ഒരു കാസറ്റ് എടുത്തുകൊടുത്ത് ബില്ലടിക്കുന്നുണ്ട്. കൊടുക്കാൻ നേരം പേര് ചോദിക്കുന്നതും അച്ഛന്റെ പേരാണ് പറയുന്നത്.
പിന്നീടാണ് ആ വീഡിയോ ടേപ്പിന്റെ പേര് ശ്രദ്ധിക്കുന്നത്. 18+ ആണെന്ന് കാണുന്നതും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങും. അന്ന് ഹീറോയിൻ കെട്ടിപ്പിടിച്ച ടൈമും അവന് ഈ നടക്കുന്നത് സ്വപ്നമാണോ, ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഐ ലവ് യു പറയുന്നു, അവന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ അന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച ടൈമും അവൻ മനഃപൂർവ്വം അത് റിജക്റ്റ് ചെയ്തതല്ല. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതും അപ്രതീക്ഷിതമായി അവന്റെ അച്ഛൻ റൂമിലേക്ക് കയറി വരുന്നതും ഒരുമിച്ചാണ്. അങ്ങനെ അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം മാറി റിജക്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ഇത് കണ്ട് അവന് തന്നെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ചോദിക്കാതെയും പറയാതെയും എന്റെ റൂമിൽ കയറരുതെന്ന് പറഞ്ഞ് അവൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസവും ഹീറോയിൻ അറിയാതെ സഞ്ജയ് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ അറിയാതെ അവളുടെ ബാഗിന്റെ സിബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾ അന്നേരവും അവൻ എന്തുകൊണ്ടായിരിക്കും എന്നെ റിജക്റ്റ് ചെയ്തത് എന്ന ചിന്തയിലാണ്. അങ്ങനെ ഇതെല്ലാം കാണിച്ചാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.